ഈ യോഗാ ദിനത്തിൽ നമ്മളിപ്പോൾ കണ്ടത് വെറും സാമ്പിൾ മാത്രമാണ്. നമ്മുടെ യോഗ അവതരിപ്പിച്ചിട്ടുള്ള ഉമാ ജിഞ്ചു നമ്മുടെ കൂടെയുണ്ട്. ഉമാ ജിഞ്ചു എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 8th സ്റ്റാൻഡേർഡ്. 8th. എത്ര വർഷമായിട്ട് നമ്മളിങ്ങനെ യോഗ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്? ഞാൻ 8 വർഷമായിട്ട് യോഗ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അച്ഛൻ്റെയും അമ്മയും കണ്ടിട്ട് ആ ഒരു ആഗ്രഹത്തിലാണ് ചെയ്യുന്നത്. പിന്നെ 5 വർഷമായിട്ടാണ് സീരിയസ് ആയിട്ട് യോഗ പഠനം നടത്തുന്നത്. 3 വർഷമായിട്ട് ചാമ്പ്യൻഷിപ്പിലൊക്കെ പങ്കെടുക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡലുണ്ട്. ഇപ്പം നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്തേ യോഗ പലതും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് കാണുന്ന സമയത്ത് തന്നെ നമുക്ക് തന്നെ പേടിയാവുന്നുണ്ട്, എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ. അപ്പോൾ എത്ര കുട്ടിക്കാലം മുതൽ ചെയ്യുന്നുണ്ട്? അത് ഞാൻ ചെറുപ്പം മുതലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഓരോ ആസനങ്ങളും അഡ്വാൻസിൻ്റെ ലെവൽ അനുസരിച്ച് കുറേ വർഷങ്ങൾ എടുത്തിട്ടാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഈ അച്ഛൻ തന്നെയാണല്ലോ പരിശീലകൻ. അപ്പോൾ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പരിശീലനമാണ്. അപ്പോൾ നമ്മൾ യോഗ എന്ന് പറയുന്ന സമയത്തേ നമുക്ക് സാധാരണ യോഗയിൽ നിന്ന് വ്യത്യസ്തമായി അഡ്വാൻസ്ഡ് ആയിട്ട് ചെയ്യണമെങ്കിൽ അത്രയും സ്ട്രെയിൻ ഉണ്ട്. അപ്പം അച്ഛൻ്റെ ഒരു സപ്പോർട്ട് എങ്ങനെയുണ്ട്? അച്ഛന് നല്ല സപ്പോർട്ടാണ്. അതുപോലെ എല്ലാ ആസനം ചെയ്യുമ്പോഴും അച്ഛൻ എപ്പോഴും കൂടെ ഉണ്ടാവും. അതുമാത്രമല്ല സ്കൂളും എല്ലാവരും നല്ല സപ്പോർട്ടാണ്. ഈ അമ്മ യോഗ ചെയ്യോ? അമ്മ യോഗ ടീച്ചറാണ്, സ്റ്റേറ്റ് ജഡ്ജാണ്. അപ്പോൾ അമ്മയും അച്ഛനും മോളും അടങ്ങുന്നതാണ് കുടുംബം. അപ്പോൾ ഒരു യോഗ കുടുംബമാണ്. എന്തായാലും നമുക്ക് അച്ഛനെയും അമ്മയും കൂടി പരിചയപ്പെടാം അല്ലേ? അഡ്വാൻസ്ഡ് യോഗയിൽ ഗിന്നസ് റെക്കോർഡ് നേടാനുള്ള ശ്രമം നടത്തുന്ന ഉമാ ജിഞ്ചുവിൻ്റെ കുടുംബമാണ് നമ്മളോടൊപ്പം ഉള്ള ഒരു യോഗ കുടുംബമാണ്. അപ്പം എങ്ങനെയാണ് മോളെ ഇതിന് പരിശീലിപ്പിച്ച് ആക്കിയിട്ടുള്ളത്? വളരെ ചെറുപ്പം മുതൽ തന്നെ ഞങ്ങൾ യോഗ ചെയ്യുന്ന സമയത്ത് അവർ ഞങ്ങളെ കൂടെ പരിശീലിക്കുന്നുണ്ട്. പിന്നെ ഇപ്പം മകൾ പറഞ്ഞ മാതിരി തന്നെ ഒരു 8 വർഷമായിട്ട് വളരെ സീരിയസ് ആയിട്ട് ദിവസവും 1-2 മണിക്കൂർ യോഗയ്ക്ക് വേണ്ടി മാറ്റി വയ്ക്കുന്നുണ്ട്. ഇവളുടെ കൂടെ തന്നെ അവിടെ പഠിക്കുന്ന വേറെ കുട്ടികളുമുണ്ട്. അപ്പം ഒരുമിച്ചാവുന്ന സമയത്ത് സാധാരണ പ്രാഥമികമായ ആസനങ്ങൾ പരിശീലിക്കുന്ന സമയത്ത് അപ്പം യോഗാചാര്യൻ്റെ ഒരു സഹായം ആവശ്യമാണ്. എങ്കിലും ഇല്ലാതെ ചെയ്തു കഴിഞ്ഞാലും വലിയ രീതിയിലുള്ള പ്രയാസങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ അഡ്വാൻസ് ആസനങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഫിസിക്കൽ ഇഞ്ചുറി ഉറപ്പാണ്. ആ ഇഞ്ചുറി ഉണ്ടാവുന്ന സമയത്ത് അത് മാറ്റാൻ സാധിക്കുന്ന ഒരു ആചാര്യൻ്റെ സഹായം ഇതിനാവശ്യമാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ നാഷണൽ ലെവലിൽ ഇന്ന് ചെയ്യുന്ന എല്ലാ നാഷണൽ ലെവലിലേക്ക് വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കും. ഇന്ന് കേരളത്തിൽ അപൂർവമായിട്ട് പല സ്ഥലങ്ങളിലും ഇത്തരം ആസനങ്ങൾ, അഡ്വാൻസ് ആസനങ്ങളൊക്കെ പരിശീലിപ്പിച്ച് വരുന്നുണ്ട്. ഇനിയും വലിയ രീതിയിലുള്ള വളർച്ച ഈ രംഗത്ത്, സ്പോർട്സ് യോഗയുടെ രംഗത്ത് കേരളം കൈവരിക്കേണ്ടതുണ്ട്. ഈ കേരളത്തിലെ ഒരു വളർച്ച, യോഗയുടെ വളർച്ച, ഇപ്പം എനിക്ക് തോന്നുന്നു അത് എത്രമാത്രം ഉണ്ടെന്ന് പറയാൻ പറ്റുന്ന ഒരാൾ കൂടെ ആയിരിക്കും. ഇപ്പം യോഗ ദാർശനികമായ രീതിയിൽ ഇന്ന് ലോകം അംഗീകരിച്ചിട്ടുണ്ട്. ഇപ്പം ഇൻ്റർനാഷണൽ യോഗ ഡേ നമ്മൾ ആചരിക്കുന്നത് തന്നെ അതിൻ്റെ ഉദാഹരണമാണ്. യോഗ ഡേ നമ്മൾ ഒരു 167-170ഓളം രാഷ്ട്രങ്ങളുടെ ഐക്യകണ്ഠേനമായ തീരുമാനപ്രകാരമാണ് ആചരിക്കുന്നത്. അപ്പോൾ അന്തർദേശീയമായിട്ട് ഒരു ദാർശനികപരമായിട്ട് നമ്മളിത് അംഗീകരിച്ചു കഴിഞ്ഞു. പക്ഷേ പ്രായോഗിക തലത്തിൽ ജീവിതത്തിലേക്ക് യോഗയെ കൊണ്ടുവരാൻ നമുക്ക് ഇനിയും ഏറെ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് യുവാക്കളിലേക്ക്, വിദ്യാർത്ഥികളിലേക്ക്, കുട്ടികളിലേക്ക് യോഗയെ എത്തിക്കാൻ വേണ്ടിയുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് കേന്ദ്ര സർക്കാരുകൾ ഇത് സ്പോർട്സ് യോഗ എന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ആ രംഗത്തിൽ നമ്മൾ ഇനിയേറെ മുന്നോട്ട് പോകാനുണ്ട്. മറ്റ് സംസ്ഥാനങ്ങൾ വളരെയേറെ മുന്നിലാണ് കേരളത്തിനെക്കാട്ടും. നാഷണൽ ചാമ്പ്യൻഷിപ്പുകളിലൊക്കെ എപ്പോഴും നമ്മൾ പിന്നോക്കം നിൽക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അവിടെ ഈ രീതിയിലുള്ള ഇതിനേക്കാട്ടും മികച്ചതായ പരിശീലനത്തോടു കൂടി ചെയ്യേണ്ട, മെയ്വഴക്കത്തോടു കൂടി ചെയ്യേണ്ട ആസനങ്ങളാണ് മത്സര ഇനങ്ങളായിട്ട് കുട്ടികൾ ചെയ്യുന്നത്. അപ്പോൾ ഇനിയും കൂടുതൽ കുട്ടികൾ ഈ രംഗത്തേക്ക് വരേണ്ടതുണ്ട്. അതേപോലെ തന്നെ നല്ല പരിശീലനവും ഈ രംഗത്ത് ആവശ്യമാണ്. കഴിവുള്ള അധ്യാപകർ ഈ രംഗത്ത് ആവശ്യമാണ്. എന്താണ് മോൾക്ക് കൂട്ടുകാരോട് പറയാനുള്ളത്? മോളുടെ പ്രായത്തിലുള്ള കൂട്ടുകാരൊക്കെ ഉണ്ടാവില്ലോ, യോഗയൊന്നും ചെയ്യുന്നുണ്ടാവില്ല, ചിലപ്പോൾ ചെയ്യാൻ ആഗ്രഹം ഉണ്ടാവും. അവരോട് എന്താ പറയാനുള്ളത്? എല്ലാവരും യോഗ പരിശീലിക്കണം. ഉമാ ജിഞ്ചുവിന് യോഗയിൽ കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കാനാവട്ടെ. കേരളത്തിൽ യോഗ പരിശീലിക്കുന്ന ആളുകൾക്കും ഒപ്പം തന്നെ കേരളത്തിനും പുതിയ ഉയരങ്ങൾ കീഴടക്കാനാവട്ടെ. ഏതായാലും ഇത്രയും നേരം യോഗാ ദിനത്തിൽ സംസാരിച്ചതിൽ സന്തോഷം. നമസ്തേ.